ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ചാനലിൽ ഏവർക്കും സ്വാഗതം. ജൂലൈ 21 മുതൽ ജൂലൈ 27 വരെ സമ്പൂർണ്ണ വാരഫലം. ഈ ആഴ്ച കർക്കടക്കൂർ, ചിങ്ങക്കൂർ, കന്നിക്കൂർ നക്ഷത്രക്കാർക്കും എങ്ങനെ? കർക്കടക്കൂർ പുണർത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും. കർക്കടക രാശിക്കാരെ ഈ ആഴ്ച ഭാഗ്യം പിന്തുണയ്ക്കുന്ന വാരമാണ്. അലസത ഉപേക്ഷിച്ച് ജോലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കും. തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും വ്യാപാരം നടത്തുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തുസംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിനു മുമ്പായി ഈ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരുടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കാനിടയാകും. പ്രിയപ്പെട്ട ഒരാളുടെ വരവ് മൂലം വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ആഴ്ചാവസാനം വിനോദത്തിനു വേണ്ടി ചെലവഴിക്കും. ദാമ്പത്യ ബന്ധവും പ്രണയ ജീവിതവും കൂടുതൽ ദൃഢമാകും. ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ശ്രദ്ധയോടെ ഇടപെട്ടില്ലെങ്കിൽ ബന്ധങ്ങളിലും വിള്ളൽ വീഴാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ സൂക്ഷിക്കുക. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനിടയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അനാവശ്യ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിച്ചേക്കാം. പ്രണയ ജീവിതത്തിലും ദാമ്പത്യത്തിലും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കന്നിക്കൂറ് ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും. കന്നിക്കൂറുകാരുടെ പല പദ്ധതികളും ഈ ആഴ്ച നേട്ടം കാണും. ബിസിനസ്സിലും ജോലിയിലും മുമ്പ് നേടാൻ കഴിയാതെ പോയ നേട്ടങ്ങൾ ഈ ആഴ്ച കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് വിജയം നേടാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാണ്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമാണ് സമയം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണ ഉണ്ടാകും. നിങ്ങളുടെ സംസാരത്തിൽ സൗമ്യത നിലനിർത്താൻ ശ്രദ്ധിക്കുക. സ്നേഹബന്ധങ്ങളിൽ നിങ്ങളുടെ ബഹുമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടിയും സ്വീകരിക്കരുത്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പങ്കിടുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നമസ്കാരം.